ഹായ് ഗെയ്സ്, വെൽക്കം ടു വീലിൻ. നമ്മുടെ പ്രപഞ്ചം ഒരു മഹാസമുദ്രമാണ്. നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഗാലക്സികളുമെല്ലാം ഈ സമുദ്രത്തിലൂടെ ഒഴുകി നടക്കുന്നു. നമ്മുടെ സ്വന്തം ആകാശഗംഗയും ഈ ഒരു യാത്രയിലാണ്. എന്നാൽ ഒരു അതിഥി നമ്മളോട് അടുത്തു വന്നാൽ എന്ത് സംഭവിക്കും? ഒരു ഭീമാകാരനായ അയൽക്കാരൻ നമ്മുടെ വഴി മുറിച്ചു കടന്നു പോയാലോ? അത്തരത്തിലുള്ള ഒരു കഥയാണ് നമ്മുടെ ഉപഗ്രഹ ഗാലക്സിയായ ലാർജ് മഗലിനിക് ക്ലൗഡിൻ്റേത്. ലാർജ് മഗലിനിക് ക്ലൗഡ് ആകാശഗംഗയെ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറിയ ഉപഗ്രഹ ഗാലക്സിയാണ്. എന്നാൽ അടുത്തിടെ നടന്ന പഠനങ്ങൾ ഞെട്ടിക്കുന്ന ഒരു യാഥാർത്ഥ്യം വെളിപ്പെടുത്തുകയുണ്ടായി. ഈ ഗാലക്സി നമ്മുടെ ആകാശഗംഗയുടെ പുറം ഭാഗത്തിലൂടെ അതിവേഗം കടന്നുപോയിരിക്കുന്നു. അതൊരു കൂട്ടിയിടിയായിരുന്നില്ല, മറിച്ച് ഗുരുത്വാകർഷണപരമായി അടുത്ത് ഒന്നു ചേർന്ന് ഒരു കടന്നുപോകലായിരുന്നു. നമ്മൾ സാധാരണ കാണാറുള്ള ഏതൊരു ബഹിരാകാശ പ്രതിഭാസത്തെക്കാളും ഉയർന്ന വേഗതയിലായിരുന്നു ഇത് സംഭവിച്ചത്. ഏകദേശം മണിക്കൂറിൽ 11.5 ലക്ഷം കിലോമീറ്റർ എന്ന വേഗതയിൽ. ഈ അതിവേഗത തന്നെയായിരുന്നു ലാർജ് മഗലിനിക് ക്ലൗഡ് തകരാതെ സംരക്ഷിച്ചതും. രണ്ട് ഗാലക്സികൾ തമ്മിലുള്ള അടുത്തുകൂടിയുള്ള യാത്രകൾ സാധാരണയായി അവയെ ഗുരുത്വാകർഷണപരമായി സ്വാധീനിക്കാറുണ്ട്. ഈ സംഭവം അത്തരത്തിൽ ഒന്നായിരുന്നു. ആകാശഗംഗയുടെ ശക്തമായ ഗുരുത്വാകർഷണ വലിവിനാൽ ലാർജ് മഗലിനിക് ക്ലൗഡിൻ്റെ ആകൃതിയിൽ മാറ്റം വരുവാനായി തുടങ്ങി. ഈ അടുത്തുകൂടിയുള്ള യാത്രയ്ക്ക് ശേഷം ലാർജ് മഗലിനിക് ക്ലൗഡിന് കൂടുതൽ വേഗത കൈവരികയും നമ്മുടെ ഗാലക്സിയിൽ നിന്നും അകന്ന് പോവുകയുമായിരുന്നു. ഒരു മിസൈൽ അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് പാഞ്ഞടുക്കുന്നതിനു പകരം ലക്ഷ്യസ്ഥാനത്തിൻ്റെ അരികിലൂടെ അതിവേഗം കടന്നു പോകുന്നതിന് സമാനമായി. ഈ സംഭവം പ്രപഞ്ചത്തിലെ നിയമങ്ങളെക്കുറിച്ച് നമുക്ക് പുതിയ ഉൾക്കാഴ്ചകളും നൽകുന്നു. ലാർജ് മഗലിനിക് ക്ലൗഡിൻ്റെ ഉയർന്ന വേഗതയും ആകാശഗംഗയുടെ ഗുരുത്വാകർഷണ ബലവും തമ്മിലുള്ള ഒരു പോരാട്ടമായിരുന്നു അത്. ആ വേഗതയാണ് ആ ചെറിയ ഗാലക്സിയെ പൂർണ്ണമായും നശിപ്പിക്കാതെ നമ്മുടെ ഗാലക്സിയുടെ ആകർഷണത്തിൽ നിന്ന് സംരക്ഷിച്ച് പോകുന്നതും. നമ്മുടെ പ്രപഞ്ചം നിശ്ചലമല്ല. അവിടെ ഗുരുത്വാകർഷണത്തിൻ്റെയും വേഗതയുടെയും ഒരു വലിയ നൃത്തവും നടക്കുന്നു. ലാർജ് മഗലിനിക് ക്ലൗഡിൻ്റെ കഥ ഈ പ്രപഞ്ചത്തിലെ എണ്ണമറ്റ രഹസ്യങ്ങൾ ഇനിയും ബാക്കിയുണ്ട് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഭാവിയിൽ ഈ രണ്ട് ഗാലക്സികളും തമ്മിൽ കൂട്ടിയിടിക്കാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ അതിനി കോടിക്കണക്കിന് വർഷങ്ങൾ കടന്ന് പോകേണ്ടതായുമുണ്ട്. അപ്പോൾ ലാർജ് മഗലിനിക് ക്ലൗഡിനെ കുറിച്ചുള്ള ഈ കൊച്ചു വീഡിയോ ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പായി നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാനായി സാധിക്കുകയുള്ളൂ. വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണമെന്നും വീഡിയോ പറ്റുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കുക.